ഗൈസ് അപ്പാരൻ്റ്ലി മൈ ഹൗസ് ഈസ് ഹോണ്ടഡ്. അയ്യോ അങ്ങനെയല്ല, വി ഹാഡ് വിസിറ്റേഴ്സ്. വിസിറ്ററാണോ വിസിറ്റേഴ്സ് ആണോ എന്നറിയില്ല, എന്നാലും ഐ ഹാവ് ദ ഫുട്ടേജ്, സോ ഐ ഷോ യു. ആദ്യം അങ്ങനെ ഒരു പ്രസൻസ് വീട്ടിലുണ്ട് എന്ന് കാണിച്ച ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അബുവേ, ബാബുവേ, ആ ഓടി വാ. അപ്പോൾ എൻ്റെ ഉള്ളത് 3 ദിവസത്തെ ഫുട്ടേജ് ആണ്. 3 ദിവസത്തെ ഫുട്ടേജ് നമുക്ക് കാണാം. അപ്പോൾ ഡേ 1. ആദ്യം അവൻ ഈ റൂം കണ്ടിട്ടാണ് പേടിച്ചോടിയത്. പിന്നെ അത് ഷിഫ്റ്റായി ഇപ്പുറത്തെ റൂം കണ്ട് പേടിച്ചോടാൻ തുടങ്ങി. ഈ കട്ടിനടിയിൽ അവർക്ക് പരിചയമില്ലാത്ത ഒരു സാധനവും ഇല്ല. ആ കട്ടിനടി കിടക്കുന്ന ഷൂസും അതിനടിയിൽ ഒരു പാവയുണ്ട്. ഇത് രണ്ടും ഇവൻ കളിക്കുന്നതാ. ഇവർ രണ്ടുപേരും കളിച്ച് കട്ടിനടിക്കൊക്കെ കൊണ്ടുപോകുന്നതാ. ഇത് രണ്ടും അവർക്ക് പരിചയമല്ലാത്ത ഒബ്ജക്റ്റ് അല്ല. ഡെയിലി അവർ കാണുന്നതും കളിക്കുന്നതുമായ 2 ഒബ്ജക്റ്റാണ് ആ കട്ടിനടിയിലുള്ളത്. അബുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവന് പേടിയുള്ള കാര്യമാണെങ്കിൽ അവനത് പിന്നെയും പിന്നെയും ആ സ്ഥലത്തേക്ക് പോകും. പക്ഷെ ബാബുവിന് പേടിയുള്ള സാധനമാണെങ്കിൽ ആ പരിസരത്തേക്ക് അവനെ പിന്നെ നോക്കണ്ട. ഇപ്പോൾ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നതൊക്കെ അബുവാണ് കേട്ടോ. ഇനി പാവ കണ്ടിട്ടായിരിക്കും പേടിക്കുന്നതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അബുവിൻ്റെയും പാവേൻ്റെയും ബന്ധം ഞാനിപ്പോൾ കാണിച്ചു തരാം. അല്ല, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ, സോറി. ആൻഡ് ഇവൻ്റെ പേര് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഐഡിയ ചെയ്തു. അതായത് ആ റൂമിൽ ഇവൻ്റെ ഫേവറേറ്റ് ഫുഡായ മീൻ കൊണ്ടുവച്ചിട്ട് അവിടേക്ക് ഇവനെ വിളിച്ചു നോക്കി. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഹാളിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് പോലും അവൻ അവിടെ നിന്ന് സമാധാനമായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. അവനവിടെ റെഡി ടു അറ്റാക്ക്, റെഡി ടു റൺ ആയിട്ടാണ് അവിടെ നിന്ന് പാവം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് മാറ്റി ഈ റൂം കാണാത്ത പോലെ അവന് ഫുഡ് വെച്ച് കൊടുത്തു. അപ്പോൾ അവൻ സമാധാനമായിട്ട് നിന്ന് കഴിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചോ, ഇവിടെ നിന്ന് കഴിച്ചോ. ഇതെല്ലാം അവന് പരിചയമുള്ള സാധനങ്ങളാണ്. ഇവിടെ വന്നതിപ്പോ ഒരുപാട് പേർക്ക് പറയാം പല്ലിയാണ്, പാറ്റയാണ്. പക്ഷെ നോ കാറ്റ്സ് ആർ അഫ്രേഡ് ഓഫ് പല്ലീസ് ആൻഡ് പാറ്റ. ആൻഡ് ഐ എം നോട്ട് ഹിയർ ടു ഫൈറ്റ് ആസ് വെൽ. ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഡോണ്ട് ബിലീവ്, ഗുഡ് ഫോർ യു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ പേടി മാറി. അവൻ കട്ടിനടിയിലൊക്കെ പോയി. ഈ റൂമിലാണ് പിന്നെ ഈ 2 പേരും സുഖമായിട്ട് കിടന്നുറങ്ങിയത്. ഇവർ ഈ റൂമിൽ ഉറങ്ങിയ കാരണം ഞാൻ ഈ റൂമിൽ തന്നെയായിരുന്നു ഇരുന്ന് പഠിച്ചതും സിനിമ കണ്ടതും എല്ലാം ഞാൻ ഈ റൂമിൽ തന്നെയായിരുന്നു. അങ്ങനെ ആ ദിവസവും രാത്രിയും കടന്നുപോയി. ഇനി ഡേ 2. ഡേ 2ൽ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ തന്നെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ലൈക്ക് ഡേ 1 തന്നെ. ആ കാര്യം ഞങ്ങൾ വിട്ടുപോയി. കാരണം രാവിലെ മാത്രം അവരതിനെ കണ്ടിട്ടൊന്ന് ഡിസ്റ്റർബ്ഡ് ആയുള്ളൂ. പിന്നെ സെക്കൻഡ് ഡേയും ഇതുപോലെ ഉണ്ടാവും എന്ന് വിചാരിക്കാതെ ഇരിക്കുമ്പോഴാണ് ഇവർ വീണ്ടും പേടിച്ചത്. സെക്കൻഡ് ഡേ അബു ബാബു ഒരുമിച്ച് പേടിക്കുന്നുണ്ട്. ഇവനും പേടിച്ച്.
വീണ്ടും ഉമ്മ ഇവർക്ക് പിന്നെയും തുടങ്ങി. ഞാനപ്പോൾ ഒരു പേടിച്ച സമയം നോക്കി. സെക്കൻഡ് ഡേ അവർ പേടിച്ചത് 8:30 ആൻഡ് ഫസ്റ്റ് ഡേ അവർ പേടിച്ചത് 8:15. കുറച്ച് നേരത്തേക്ക് ഇത് തന്നെയായിരുന്നു, അങ്ങോട്ട് നോക്കാം പേടിച്ചാൽ നിൽക്കുക, അതാണ് അബുവിൻ്റെ പണി. പക്ഷെ ബാബു ഒരു വട്ടം പേടിച്ചപ്പോൾ അവൻ ആ സ്ഥലത്തില്ല, അവൻ അവിടെ നിന്ന് പോവും. അവനൊരു ഭാഗത്ത് നിന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ആ ഭാഗത്തേക്ക് പോകത്തില്ല. പക്ഷെ അബുവിന് പിന്നെയും പിന്നെയും വേണം. ഇനി ഡേ 3 ഞാൻ ഇത് നോക്കിയിരിക്കുകയായിരുന്നു. കാരണം ആദ്യത്തെ ദിവസവും ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ 3rd ഡേ ഞാനിങ്ങനെ എന്താ പറയുക, അതിന് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ അവർ മേലെയായിരുന്നു ഗൈസ്. പക്ഷേ കറക്റ്റായിട്ടെനിക്ക് ഇവരകത്തേക്ക് കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഐ വാണ്ട് ടു നോ. അല്ലടാ ബാബുവേ. തേർഡ് ഡേ കറക്റ്റ് 8:30 ഇവർ ആ റൂമിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ പെടപ്പാട് പെടുമായിരുന്നു. അബു ഇതിലെ മെയിൻ ആളായതുകൊണ്ട് അവനെ ഞാൻ പിടിച്ചുകൊണ്ട് വന്നു. അവിടെ ഇറക്കി, ഒന്നുമില്ല, എല്ലാം പോയി. അപ്പോൾ സമയം 8 മണിയായിരുന്നു. അപ്പം എൻ്റെ പ്രതീക്ഷ പോയിട്ടില്ല. 8:15 അല്ലെങ്കിൽ 8:30 വരും. അങ്ങനെ ഞാൻ 8:15 പിന്നെയും അബുവിനെ കൊണ്ടുവന്നു. ടെസ്റ്റിംഗ്, നോ, അപ്പോഴും അവന് പേടിയില്ല. അപ്പോൾ ഈ 3rd ഡേ ആരും വന്നിട്ടില്ല. ആൻഡ് അവരധികം പേടിക്കുന്നില്ല. one more try. ഒന്നും ശുക്രുമാനിയ ഒന്ന് കയറിയേ. അങ്ങനെ 8:45 2 പൂച്ചകളും ഹാപ്പി ആൻഡ് സേഫ് ആൻഡ് കാം കഴിഞ്ഞു. 3rd ഡേ വന്നില്ല. ഇതാണ് 3rd ഡേ. ദിസ് ഇസ് ദ 3rd ഡേ. ഇനി 4th ഡേ കൂടെ ചുമ്മാ നോക്കാല്ലേ. മിക്കവരൊന്നും ഇതിൽ വിശ്വസിക്കാത്ത ആൾക്കാരാണ്. പേഴ്സണലി ഞാൻ ഇതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. മിക്ക പേർക്കും ഇതൊരു തമാശ, ചിരിക്കാനായി അങ്ങനെയായിരിക്കും. ദാറ്റ്സ് ഓക്കെ. ഹാവ് എ ഗുഡ് ലവ്. വി ആർ ഓൾ ഹാപ്പി ഫോർ യു. ഓൾസോ ഞാൻ ഈ ഷോർട്സ് ഇട്ടതും ആ സെയിം റൂമിലിരുന്നുകൊണ്ടാണ്. ആൻഡ് ഈ വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് പേര് പറഞ്ഞു അത് വല്ല പല്ലിയോ പാറ്റയോ എട്ടുകാലിയോ ആയിരിക്കാമെന്ന്. ആക്ച്വലി ജസ്റ്റ് തിങ്ക്, ഒരു പൂച്ച ഇതിനെ കണ്ട് പേടിച്ച് ഒരാളുടെ ബാക്കിൽ പോയി വിളിച്ചിരിക്കുമോ? അത് ഈ പല്ലിയേനെയും പാറ്റേനെയും പൂച്ചകൾ ചേസ് ചെയ്യുമോ? ദാറ്റ്സ് ഓക്കെ. വി ഓൾ ഹാവ് അവർ ഒപ്പീനിയൻസ്. ഓക്കെ ഗൈസ്, ഞാൻ ഇനി ഷോർട്ട് വീഡിയോസിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം എനിക്ക് പഠിക്കാനുണ്ട്, എക്സാം ആവാറായി. അപ്പോൾ ഞാൻ പഠിക്കുകയാണ്, യു നോ ഗൈസ്. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഭയങ്കര വെളിച്ചം കുറവാണ്, കാരണം ഈവനിങ് ടൈമാണ്. ബൈ, താങ്ക് യു.